അസ്സലാമു അലൈക യാ നൂറസ്സബാഹി. അപ്പൊ നമ്മള് ക്ഷമ ഉൾക്കൊള്ളണം. ക്ഷമ ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്തല്ല, പരീക്ഷണങ്ങളെ വിളിച്ചു വരുത്തല്ല. എനിക്കും ഇതേമാതിരി ഒന്നുണ്ടായെങ്കിൽ ഞാനും അങ്ങനെ പറയായിരുന്നു നാശിക്കല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇതെന്ത് പറഞ്ഞിന്ന്, ആ കുട്ടിയെടുത്ത് കണ്ട് ഇങ്ങനെ ഉമ്മ പോവാണ്. അപ്പോ ഉമ്മാക്കൊരു പേടി, പഠിച്ചോനെ ഞാൻ ഈ തീയ്ക്ക് ചാടിയാൽ എന്റെ കുട്ടി എന്താവും ഇതില് വെന്ത് മരിക്കൂലേ, ഒരു പേടി. ഓർമ്മല്ലേ? അപ്പൊ കുട്ടി പറഞ്ഞു, ഉമ്മ പേടിക്കണ്ട, നിങ്ങൾ ചാടിക്കോളി, എന്താ ബുദ്ധിമുട്ടുള്ളത്, ക്ഷമിച്ചോളി, ചാടിക്കോളി, സ്വർഗം കിട്ടുന്ന പറഞ്ഞേ. അപ്പൊ ഇനി നമ്മളും ചെയ്യാ, അങ്ങനെ ഒരു പരീക്ഷണം വരികയാണ്, ഇക്കും ക്ഷമിക്കാൻ കയ്യുവെക്കാരെന്ന് പറയരുത്. നമ്മൾ ഒരിക്കലും പരീക്ഷണത്തെ ആഗ്രഹിക്കരുത്. വന്നാ ക്ഷമിക്ക, വന്നാലും ക്ഷമിക്കന്നെ. അപ്പോ പരീക്ഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കല്ല. പരീക്ഷണം തരുന്നത് വിജയമോ പരാജയമോ കൊണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വിജയിക്കണം എന്നാണ് ശരിക്ക്. പരീക്ഷ വെക്കണം എന്തിനാ? കുട്ടികൾ തോൽക്കാനാ? തോൽക്കാൻ വേണ്ടി ആരെയും പരീക്ഷ കൊടുക്കോ? അതുണ്ടാവില്ലോ. എത്രത്തോളം ഇതില് ഇത് കാണിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പരീക്ഷണം തന്നെ അടുത്തടുത്ത വിജയത്തിന് ഒരു മാനദണ്ഡം വെച്ചതാണ്. ഇരിക്കട്ടെ. അപ്പോ ഓരോരോ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കുക എന്ന് മാത്രം. വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്കുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ചിന്തിച്ച് പർവ്വതീകരിക്കാൻ പാടില്ല. നമുക്ക് വിഷമപ്പ് എന്തായാലും ഉണ്ടാവില്ല. വിഷമല്ലാത്തൊരു സ്ഥലം അവിടെ സ്വർഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വിഷമം ഉണ്ടാവില്ല അവിടെ. ഉള്ളതിനൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോ അതിൽ വലിയൊരു സുഖം ഉണ്ടാവുന്നു മാത്രം. ഓരോന്നിനും ഓരോ കഴിവാണ്. ഇപ്പൊ ഒട്ടകത്തെ മണലാരുണ്യത്തിലെ അല്ലാഹുതആല കൊണ്ടുവരുന്നത് സൃഷ്ടിച്ചത് നോക്കാണ് നിങ്ങള്. ആ ഒട്ടകത്തിന്റെ ഒരു കഴിവ് നോക്കി, മണലാരുണ്യത്ത് കൂടെ ഇങ്ങനെ നടക്കും മൂപ്പര്, ഒരു ബുദ്ധിമുട്ടില്ല. കാലന്റെ സഞ്ചിയിൽ മണലെട്ടിയമാതിരി ഏകദേശം. അപ്പൊ ഇങ്ങനെ പോകും. കയറ്റൊക്കെ കയറണിന്താവും, നിക്കൊന്നുമില്ല. മണലിന്റെ മലന്റെ മോൾ കയറണെങ്കിൽ എന്തോ കാല് കുത്തി മുട്ട് കുത്തിയിട്ട് വീണ്ടും കുത്തിക്കയറും. എന്നിട്ട് അങ്ങേയറ്റം വരണം. ഭയങ്കര ക്ഷമയിൽ പോകും. ഒന്നും പിരിഞ്ഞു നോക്കണ പരിപാടിയില്ല. അങ്ങനെ മുന്നോട്ട് ഗമിക്ക. ഒപ്പം ആളുണ്ടോ നോക്കും, ഇല്ല. കയറുടിച്ചാടെ നോക്കും. കയറുവിട്ടാ മൂപ്പരിങ്ങനെ നടക്കും. അപ്പൊ നമ്മളും അതേമാതിരി മുന്നോട്ട് ഗമിക്കുക. എന്തൊക്കെ എവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് പോകണം എന്നാണ്. ഇനി കുറെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, എന്താ ഇപ്പൊ കാട്ടി ക്ഷമിക്കല്ലാതെ, മനസ്സിലായില്ലേ? കുറെ കണ്ട് ഇടങ്ങാറൊക്കെ കാട്ടിയിട്ട് കുറെ മറ്റുള്ളവരൊക്കെ ചീത്ത പറയാ, അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി അവിടെ ഉണ്ടായി, നിങ്ങളൊക്കെ കേടുകൊണ്ട് അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എനിക്കെന്തിനെ പഠിച്ചതൊക്കെ തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ പറയാ, എന്താ നമ്മൾ ക്ഷമിക്കല്ല, എന്താ കാട്ടല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമ ഉണ്ടാവേണ്ട എപ്പോഴാ? എന്താ സ്വതുമത്തിൽ ഊലാന്ന ഫസ്റ്റ് ഘട്ടത്തിൽ ക്ഷമ വേണം. പരീക്ഷണം വന്നെന്തായും അവരുടനെ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാലേ, ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടിമൊന്ന് വീണു, കാലിന് ചെറിയൊരു പറ്റി, അപ്പൊ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്, ഉസ്താദേ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, കാലിന് മുറിവേറ്റിട്ടുള്ളൂ. അപ്പൊ വിചാരം മരിച്ചാൽ മാത്രം പറയാന്നാണ്. മരണവും ഒരു പരീക്ഷണമായതുകൊണ്ട് എന്താണ് പറയണത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുള്ളു കുത്തി എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്നാ. അപ്പൊ ആദ്യഘട്ടത്തിലാണ് നമുക്ക് വന്ന അത് ക്ഷമിച്ചങ്ങട്ട് കഴിഞ്ഞുടനെ ആ ഒരു സംഭവം ഇനി പറഞ്ഞോ. വാൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ മറ النبي صلى الله عليه وسلم على امرأة تبكي عند قبر فقال اتق الله واصبري فقالت إليك عني فإنك لم تصب بمصيبتي ولم تعرفه
فقيل لها إنه النبي صلى الله عليه وسلم فأتت باب النبي صلى الله عليه وسلم فلم تجد عنده بوابين فقالت لم أعرفك فقال إنما الصبر عند الصدمة الأولى متفق عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോയപ്പോണ്ടായ ഒരു സംഭവം പറഞ്ഞു. അതാ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണേ. എന്താ പറഞ്ഞത്? മർറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി. അലംറഅത്തിൻ, ഒരു പെണ്ണിന്റെ അരികിലൂടെ. പെണ്ണിന്റെ അരികിലൂടെ പറഞ്ഞാൽ പെണ്ണിരിക്കുന്നോടത്ത് കൂടി പോയി എന്നല്ല, പോകുന്ന വഴിയിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. അവിടെ എന്താ തബിക്കി എന്താ കബിരിൻ, ഒരു കബറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഒരു പെണ്ണ്. അപ്പൊ സ്വാഭാവികമായ ഒരു യാത്രയിൽ ഒരു പെണ്ണ് കബറിന്റെ അടുത്തിരുന്ന് കരണ് കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഫഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ബിരി ഇത്തഖില്ലാഹ, പെണ്ണേ ഇത്തഖി, പെണ്ണേ നീ അല്ലാഹുവെ സൂക്ഷിക്ക്, വസ്ബിരി, ക്ഷമിക്ക്. അപ്പൊ മനസ്സിലായി ഓളെ ഉറ്റവരാരോ മരിച്ചിട്ട് ഇവിടെ കൊടുന്ന് മറയിടുന്നതിന്റെ ദുഃഖം കൊണ്ടിരുന്ന് കരയാണ് എന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞത്, പെണ്ണേ അള്ളാനെ പേടിക്കണം, നീ കരയരുത്, ക്ഷമിക്കണേ. അപ്പൊ ഓളിങ്ങനെ ഇരുന്ന് ഇപ്പൊ കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇലൈക്ക അന്നി, ഇലൈക്ക അന്നി. അപ്പൊ അതിന്റെ പച്ചമലയാളം പറഞ്ഞ അജ്ജാന്റെ പണി നോക്കി പോന്നു. ഇലൈക്ക നീ, അന്നി എന്നെ തൊട്ട് ഒഴിഞ്ഞു പോ, ഞാൻ ഇന്റെ കാര്യം ചെയ്തോളാം, എന്റെ കാര്യം നോക്കിക്കോന്ന്. പക്ഷെ അവൾക്ക് എന്തായാലും ഒന്ന് തലൊന്നിച്ച് നോക്കിയാ ആരാന്ന് മനസ്സിലാവും. ചെയ്തില്ല. പറയാനുള്ളതൊക്കെയാണ് പറയും. എന്നിട്ട് പിന്നെ അത്ര തന്നെ പറയണ്ടിന്നില്ലാന്ന് തോന്നും. കുറെ പറഞ്ഞതിനു ശേഷം അത്ര തന്നെ പറയണ്ടിന്നില്ലട്ടോ, മോശമായില്ലേ. എന്നിട്ട് പിന്നെ ചെന്ന് കണ്ടു പറയും, എന്റെ വാക്കിലൊക്കെ എന്തെങ്കിലും ഏറിയിക്കണേ പൊരുത്തപ്പെട്ട ആളി, എന്തിനപ്പ ആദ്യം തന്നെ അതിന് നിക്കണേ. തോനെ പറയാൻ നിക്കണ്ടല്ലോ. അതാ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന്. നമ്മൾ ആരോട് പറഞ്ഞാലും പിന്നെ പൊമ്പുകാരന്മാരെ കല്ല് കയ്യുന്നിട്ടോ ആയുധാണ്, വാക്കുകൊണ്ട് ഏറ് കിട്ടിയ എന്താവൂല, ശരിയാവില്ല പിന്നെ അത് എന്നാണ്. എന്നാലും ഇത് പറഞ്ഞില്ലേ അറിയാം, പറയാൻ പാടില്ല. ജറാഹത്തു സിഹാമിൽ ഹൽത്തിയാമു വലായൽതാമു മാ ജറഹൽ ലിസാനു. വാളുകൊണ്ട് മുറിവറ്റി അത് മാറും, കത്തി കൊണ്ട് കുത്തിയാൽ അത് മുറിവ് മാറും, തുന്നി പിടിപ്പിച്ചുണ്ടാക്കാം. വലായൽതാമു മാ ജറഹൽ ലിസാനു, നാവ് കൊണ്ട് മുറിവാക്കിയാൽ അത് ഉണങ്ങൂല. നല്ല സൂക്ഷിക്കണം. പറഞ്ഞ തന്നെയാണ് അത്. മറ്റോന്റെ മനസ്സിലാണ് തറച്ച. നമ്മളിഞ്ഞിപ്പോ ഞാൻ ഉംറക്ക് പോണിച്ചു പൊരുത്തപ്പെടണട്ടോ എന്ന് പറഞ്ഞാല് ചിലപ്പോ 4 ആളെ കൂട്ടിയിട്ട് വരും, ഒന്ന് മധ്യസ്ഥ വഹിച്ചിട്ടൊക്കെ പൊരുത്തപ്പെടിക്കാൻ. അതാണോ പൊരുത്തപ്പെടിക്കല്? 4 ആളെ സബീക്കൊക്കെ വിളിച്ചെടുത്തിട്ട് മധ്യസ്ഥരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്താടോ പൊരുത്തപ്പെട്ടൂടെ? പൊരുത്തപ്പെടാതെ അതാ പൊരുത്തപ്പെടല്. അവനവന്റെ മനസ്സിൽ പോയി കിട്ടണ്ടേ, അതിനുള്ള പണി വേണമെന്ന്. അപ്പൊ ആദ്യം തന്നെ പറയാൻ നിൽക്കണ്ടാച്ചാ മതി. പറയുമ്പോ ശ്രദ്ധിക്കുക, അല്ലാഹു കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി. ഇപ്പൊ ഒരാൾ അങ്ങനെ പറഞ്ഞു വെച്ചാ എന്താ പറയാൻ, ആക്ഷൻ എടുക്കാൻ അവിടെ കൽപ്പിച്ചൂടായിരുന്നോ? ആരോടായി പറയണത്? കൂടാളില്ലേ? പെണ്ണിനെ പിടിച്ചോണ്ടേ ഇടാറിനോ? പറഞ്ഞില്ല. അങ്ങോട്ട് നടന്നുപോയി. പോയിന് ശേഷം പലരും പെണ്ണോട്, എന്താ എന്റെ കഥ, ആരോടാ പറഞ്ഞത് ചോദിച്ചു. അപ്പോഴാണ് എന്താവണത് നോക്കണത്. എനിക്കെത്തിയ പ്രയാസം നിനക്കെത്തിയിട്ടില്ല, നീ എന്റെ പണി നോക്കി പോയിക്കോ. വലന്തായിരിപ്പോ വാസ്തവത്തിൽ ഓള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതുമല്ല. അറിഞ്ഞിട്ട് പറഞ്ഞാലേ ഇപ്പൊ നമ്മള് ധിക്കാരെന്ന് പറയുള്ളൂ. ആരാണ് വാതിലിന്റെ അപ്പുറത്ത് വെച്ചു. അപ്പൊ അതിലോർ നോക്കുമ്പോ ഉപ്പയാണ്. ഇപ്പൊ ഞങ്ങളെന്ന് അറിയാതെ പറഞ്ഞു. ആയിക്കോട്ടെ കുട്ടിയെ, കുഴപ്പമില്ല. അങ്ങനെ ചോദിച്ചാലും വേണേ. ആരെയും നിങ്ങളുടെ വാതിൽ മുട്ടല്ലാന്ന് ചോദിച്ചു. ചിലപ്പോ അതായിരിക്കും, എന്നാലൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ എന്നാണ്. അപ്പോ പെണ്ണ് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഫഖീലലഹ, ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്നഹുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എന്താ ജ് പറഞ്ഞത്? അപ്പോക്ക് സങ്കടമായി. ഖബറിനോട് നീച്ചങ്ങനെ തെരഞ്ഞു പോയി. പൊരുത്തപ്പെടിക്കണേ. ഫഅതത്ത്, ആ പെണ്ണ് ചെന്നു ബാബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിലിന്റെ മുമ്പിൽ അഥവാ വീട്ടിൽ ചെന്നു. പെണ്ണ് മുമ്പ് വീട്ടിൽ പോയില്ല. അപ്പൊ പെണ്ണ് ഇങ്ങനെ വിചാരിച്ചത് ഇപ്പോ വലിയ വീടായിരിക്കും, അതിനെന്താവും ഗേറ്റുമേ ഉണ്ടാവും, അവിടെ സമ്മതം ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെന്ന് തരികയാണ്. ഗേറ്റിങ് ആരെയും കാണല്ലേ, എവിടെ വീട് വെച്ചിട്ടാണ് വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോ. അതാണ് ആ സംഭവം കൂടി പറയുന്നുണ്ട്. ഫലം തജിദഹു ബവ്വാബിൻ, വാതിൽ കാവൽ നിൽക്കുന്ന ഒരാളെയും അവള് കണ്ടില്ല. അപ്പൊ ഇത്രയും വലിയൊരാളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സാധാ വീട്ടിലാണോ താമസിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇപ്പൊ കാലത്ത് അങ്ങനെ കണ്ടുപിടിച്ചു. ചെന്നിട്ട് അവൾ ഒരെല്ലാം നബി അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായി, നിനക്ക് അറിഞ്ഞില്ല, നിങ്ങളോടാ ഞാൻ പറഞ്ഞത്, നിനക്ക് അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ആദ്യം ക്ഷമിക്കേണ്ടി. ഇനിയിപ്പോ എന്താ കാട്ടണ്? തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റൂല്ലോ. അതാ ഇൻഫഖാല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദുമത്തിൽ ഊലാ, ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയുണ്ടാകേണ്ടത്. എന്തെങ്കിലും ചെറിയൊരു വിഷമം ഉണ്ടാവട്ടെ എന്നല്ല, ഉണ്ടായെങ്കിൽ ഉടനെ ക്ഷമിക്കുക. അൽഹംദുലില്ലാഹ്, അത്രയല്ലേ പറ്റുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഴുവൻ പോവാണ് ഇപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് പറയുന്നേ. വഫീ റിവായത്തിൽ മുസ്ലിം റഹിമഹുല്ലാഹ് മുത്തഫഖുൻ അലൈഹി ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആണ്. അപ്പോ മുത്തഫഖുൻ അലൈഹി ആണ് എന്നാ. അപ്പോ ഈ റിവായത്ത് രണ്ടിലും ഉണ്ട്. പക്ഷേ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് തബ്കി അലാ സ്വബിയില്ലഹാൻ. എവിടെ തബ്കി എന്ത ഖബരിൻ, ഖബറിന്റെ അരികിലാണല്ലോ തബ്കി അലാ സ്വബിയില്ലഹ. ആ പെണ്ണിന്റെ കുട്ടി മരിച്ചത് ഏതാ, അതിന്റെ മറവ് ചെയ്തോടുത്ത് പോയിട്ട് കരിയാണ്. അപ്പോ ഇനി ആരും മരിച്ചിട്ടായാലും അല്ലാത്തായാലും കരയുമ്പോ ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത്. വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ يقول الله تعالى ما لعبد المؤمن عندي جزاء إذا قبلت صفيه من أهل الدنيا ثم احتسبه إلا الجنة. رواه مسلم. ما شاء الله ما شاء الله. ചില വേർപാടുകളൊക്കെ ചിലർക്ക് വല്ലാതെ അഘാതങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന. അപ്പൊ ക്ഷമിക്കണം. കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളും പുതിയണ്ണും കൂടി പോരുമ്പോളേ പുതിയാപ്പിളാണ് മരിച്ചു. പെണ്ണിന്റെ സ്ഥിതി എന്തായിരിക്കുന്നു? അപ്പാണ് ക്ഷമിച്ചു എന്ന് വെക്കുക. എന്റെ ഭർത്താവിനെ ഞാൻ നോക്കണീനേക്കാളും നോക്കും പടച്ചോൻ, അതുകൊണ്ടാണ് ഓൻ കൊണ്ടായത് എന്നൊരു പെണ്ണാണ് തീരുമാനിക്കണേ. ഓർക്ക് സ്വർഗം അവിടെ കിട്ടി. അള്ളാഹു എല്ലാരും കാക്കട്ടെ. ഇനി മറിച്ചുണ്ടായേക്ക, പെണ്ണാണ് മരിച്ചു, ചെറുക്കനാണ് ബാക്കി. അപ്പൊ എന്ത് ചെയ്യാ? ഞാൻ കൊണ്ടുവന്ന് നോക്കുന്നതിനേക്കാളും എന്റെ ആ പെണ്ണിനെ പടച്ചോനാണ് നോക്കുക, അതുകൊണ്ടല്ലേ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ഷമിച്ചാൽ അവന് സ്വർഗം കിട്ടും. കൂട്ടുകാരായാലും ബാപ്പായാലും മോനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ ശ്രദ്ധിക്കട്ടോ, യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു. ഈ ഹദീസിനെ, ഇങ്ങനത്തെ ഹദീസിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസ് പറഞ്ഞിട്ട് യഖൂലുല്ലാഹു തആല എന്ന് പറഞ്ഞാൽ ഹദീസ് ഖുദ്സിയാണ് എന്നർത്ഥം. അള്ളാഹുവിന്റെ ജനാബിൽ നിന്ന് വന്നതാണ്. അഥവാ ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഖുർആനിൽ ആശയം ഉണ്ടാവാം, ബാക്കി ഏതായാലും ഉണ്ടാവൂല. യഖൂലുല്ലാഹു തആല, പടച്ച റബ്ബ് പറയുന്നു. എന്താ പറയണേ? മാലി അബ്ദിൽ മുഅ്മിനി, എന്റെ മുഅ്മിനായ മനുഷ്യന് അടിമക്ക് ഇല്ല, ഇൻദി, എന്റെ അരികിൽ ജസാഉൻ, ഒരു പ്രതിഫലവും ഇല്ല. അതിന്റെ ബാക്കി ഇനി തൊട്ട് അപ്പുറത്തെ വരണം, അവിടെ എത്തുമ്പോ കമ്പയർ ചെയ്യാം ട്ടോ. എപ്പോ? ഇദാ ഖബൽതു സഫിയഹു, സഫിയ ഉറ്റവനെ ഞാൻ കൊണ്ടുപോയാൽ, പിടിച്ചു എന്നാൽ മരിച്ചു.
മിൻ അഹ്ലി ദുനിയാ, ദുനിയാവിന്റെ കൂട്ടരിൽ കുടുംബങ്ങളിൽ നിന്നുള്ള ഉറ്റവനെ, സുമ്മ ഇഹ്തസബഹു, പിന്നെ അവൻ കൂലി പ്രതീക്ഷിച്ചു. ഓൻ പൊറുതിയോടൊന്നും പറഞ്ഞില്ല, അള്ളാഹു കൊണ്ടുപോയതല്ലേ കൊണ്ടോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഇല്ലൽ ജന്ന, എന്നാ ഓന് മാലി അബ്ദിൽ മുഅ്മിനീൻ ദി ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗല്ലാത്തൊരു പ്രതിഫലവും അവന് ഇല്ലേ ഇല്ല, അവന് സ്വർഗം പ്രതിഫലമായിരിക്കും. ആ ക്ഷമയുടെ കനം അത്ര വലുതാണ്. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കുണ്ടാവലാണ് കിട്ടുന്ന. മനസ്സിലാണ്ടോ? റവാഹുൽ ബുഖാരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിന്റെ പേരില് അങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല. അതിന് കുറെ പറയാൻ ചെയ്യാ. അപ്പൊ അതുകൊണ്ട് ക്ഷമ നല്ലോണം വേണമെന്ന. ഉറ്റവരൊക്കെ എന്തേലും പറ്റുമ്പോ പെണ്ണുങ്ങൾ വീണ് കാലാണ് കേടുന്നത്. കട്ട പുകയില്ലേ, നമ്മളുടെ അടുപ്പത്ത് വല്ലതും ഉണ്ടാക്കിയാൽ ശരിയാവണ്. അപ്പൊ ഇനി കുറേ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. എന്നിട്ട് പറയാം, എന്താ ഇപ്പൊ പാട്ടല്ലേ, പഠിച്ചോ നിന്ന് 2 കയ്യും നീട്ടി വാങ്ങല്ലാതെ പറയരുതേ. ക്ഷമിക്കന്നെ, ക്ഷമിക്കന്നേന്നാ, ക്ഷമിക്ക. അതന്നെ, ക്ഷമിക്കണം എന്നാണ്. ഒരൊറ്റ അതീതോടും പറയാം, കുറച്ച് പിക്കവും പറയാം. നേരത്തെ നിർത്തണമെന്ന് പരിപാടികളാണ്, കാര്യം കുറച്ച് പറയാനുണ്ട് കേട്ടോ. ഒരു ഹദീസ് കൂടി പറയുന്നു, നിർത്തുന്നു. വൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നാ സഅലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിത്താഊൻ. നല്ല ശ്രദ്ധിച്ചോളി, ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഈ കൊറോണ സമയത്തൊക്കെ ഹദീസിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോളി കേട്ടോ. ഫഅഖ്ബറഹാ അന്നഹു കാന അദാബൻ യബ്അതുഹു അല്ലാഹു തആല അലാ മൻ യശാഉ فجعله الله رحمة للمؤمنين فليس من عبد يقع في الطاعون فيمكث في بلده صابرا محتسبا يعلم أنه لا يصيبه إلا ما كتب الله له إلا كان له مثل أجر الشهيد. رواه البخاري. ഭയങ്കര സംഭവം. ആയിഷുമ്മ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ, ഉമ്മയാണ്, നമ്മളെ ഉമ്മയാണ്. റളിയല്ലാഹു അൻഹാ അൻഹാ സഅലത്ത്, അവര് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനിത്താഊനി, പ്ലേഗ് സംഭവിക്കുന്നതിന് തൊട്ട്, കൊറോണ ആയാലും വേണ്ടില്ല, ഛർദി അതിസാരമായാലും വേണ്ടില്ല, പനിയും തൊണ്ടവീക്കുമായാലും വേണ്ടില്ല, അതൊക്കെ താഴൂനാണ്. പിടുത്തം കിട്ടാത്ത രോഗം ഉണ്ടാവുക. ഒന്നിനാണ് കൊണ്ടേ മറയത് തരുമ്പോ 2 എണ്ണം മരിച്ചിട്ടുണ്ടാവും, 2 എണ്ണം മറയത് തരുമ്പോ 3 എണ്ണം മരിച്ചിട്ടുണ്ടാവും, കബറാൾക്കുമ്പോൾ കബറാൾച്ചും എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് എന്താവുക, തൽമത്തട്ടി എന്നൊക്കെ പറയാനില്ലേ പഴയ കാലത്ത്. എന്താ ചെയ്യാന്ന്. വാസ്തവത്തില് കൊറോണ അങ്ങനെയല്ലേ, പേടിച്ചില്ലേ, JCB യോട് കുത്തണ്ടി വന്നില്ലേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവരോട് പറഞ്ഞു അന്നഹു അദാബൻ, പറഞ്ഞു കാന അദാബൻ, അതൊരു ശിക്ഷയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. യബ്അസുല്ലാഹു തആല അലാ മൻ യശാഉ, അല്ലാഹു വിചാരിച്ചവരെ മേലും അയക്കും, എല്ലാവർക്കും എത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് നമ്മൾ ധാരണ, കണ്ണ് സുഖണ്ടായാലേ ചെങ്കണ്ണുണ്ടാവും, അപ്പൊ ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ധാരണ, അത് വെറുതെ പറയണ്ടാവൂല. കൊറോണ എല്ലാവർക്കും വന്ന അമ്മക്കും വരുന്നൊരു ധാരണ, അങ്ങനൊന്നുമില്ല. മനസ്സിലാണ്ടോ? അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉണ്ടാവും. അല്ല പിന്നെ എങ്ങനെ രോഗത്തിന് വല്ല വിട്ടെടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഇന്ന രോഗം എല്ലായിടത്തും എത്തണ്ടേ, ഡോക്ടർമാർക്ക് രോഗികളാവണ്ടേ. അള്ളാഹുക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ നൽകൂല. അപ്പൊ ഓല ഈ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ നമ്മൾ അറിയുണ്ടാവും ഡോക്ടർ അതിന് വേറെ മരുന്ന് കുടിച്ചിട്ടുണ്ടാവും പ്രതിരോധം, എന്നാ നമുക്ക് കുടിച്ചൂടെ? നീ കുടിച്ചിട്ടുണ്ടാവണില്ലേ? പ്രതിരോധത്തിന് മരുന്ന് കുടിച്ചിട്ടും മരിച്ചിട്ടില്ലേ? അതൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഉണ്ടാവുന്ന. അപ്പൊ നമ്മൾ ഇനി എന്താ തീരുമാനിക്കേണ്ടത്? ഉണ്ടോ? അതിനെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് കരുണയാക്കും, റഹ്മത്താക്കും. അതെങ്ങനെയാണ്?
ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു വ്യാപകമായ വിപത്തുണ്ടായാൽ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഓടരുത് എന്നാ. പേടിച്ചോടുക, അള്ളാന്റെ കള്ളാനെ പേടിച്ചോടുക, എടുക്ക ഓടുക, അപ്പുറത്തും ഉണ്ടായിക്കൂടെ ഉണ്ടോ? അത് ചെയ്യാൻ പാടില്ല. ഇനി ധിക്കാരം കാണിക്കുന്ന ഇക്കൊന്ന് കാണണല്ല ഉണ്ടാവണത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിക അവിടുന്ന്, അതും ചെയ്യാൻ പാടില്ല. അത് ധിക്കാരല്ലേ. ഇക്ക് കൊറോണ ഉണ്ടാവണം ഒന്ന് കാണണം, എനിക്ക് അതിനൊന്ന് വൃത്തം കിട്ടണം, ഇതും പറയാൻ പാടില്ല. എവിടെയാണോ ഉണ്ടായത് അവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമിച്ച് ജീവിക്കാന്. ഇനി അങ്ങനെ നിന്നാൽ റഹ്മത്താവുന്നതാണ്. എങ്ങനെ റഹ്മത്താവുന്നത്? അതാ ഫലൈസ മിൻ അബ്ദിൻ, അടിമയിൽ നിന്ന് ഒരാളും ഇല്ല, യഖഉ ഫിത്താഊനി, താഊനുള്ള നാട്ടിൽ അവൻ പെടുന്നു, സംഭവിക്കുന്നു, ഫയംകുതു ഫീ ബലദിഹി, അവൻ അവന്റെ നാട്ടിൽ തന്നെ നിൽക്കുന്നു, സ്വാബിറൻ, ക്ഷമിച്ചുകൊണ്ട്, നല്ല ക്ഷമ, ഇക്കുള്ളത് എനക്കുണ്ടാവുള്ളൂ, മുഹ്തസിബൻ, കൂലിയും പ്രതീക്ഷിക്കുന്നു, ഈ ക്ഷമക്കൊക്കെ എനിക്ക് കൂലിട്ടെന്ന് വിചാരിച്ചിട്ട്. യഅലമു, ആ നിൽക്കുന്ന മനുഷ്യനറിയാ, അന്നഹു ലാ യുസീബുഹു, ആ മനുഷ്യന് വരൂല, ഇല്ലാ മാ കതബല്ലാഹു ലഹു, അല്ലാഹു ഓനെ രേഖപ്പെടുത്തിയതല്ലാതെ വിധിച്ചതല്ലാതെ വരൂല. എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്താ വിധിച്ചത് അതേ എനിക്ക് വരുള്ളൂ, അത് ഉറപ്പാണ്. നമ്മൾ വെറുതെ സംശയിക്കാണ്. അങ്ങോട്ട് പോയാൽ കുട്ടി അങ്ങോട്ട് ഇറങ്ങിയാ പോകും, ഇങ്ങോട്ട് ഇറങ്ങിയാ പോകും, അങ്ങോട്ട് പോയാ പോകും. ഇതൊക്കെ നമ്മളിങ്ങനെ എന്താവാ, അങ്ങനെയാണ്. അതൊരു കതിർനെ തടുക്കൂല എന്നാണ് നമ്മളിങ്ങനെ ചെന്നിച്ചിട്ട് ശ്രദ്ധിക്കൊന്നും വേണ്ട. ഞാൻ മരിച്ചാൽ വിധിണ്ടെങ്കിലെ മരിച്ചുള്ള മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിട്ട് എന്നെ നടുകൂടിയാണ് വിട്ടടക്കല്ല. അത് ധിക്കാരം എന്നാണ് അതിന്റെ പേര്. ഓട്ടോറിക്ഷ പോയപ്പോ ശ്രദ്ധിച്ചോണ്ടിട്ടോ, എന്നിട്ട് ഇനി ഇത് പറയണ്ട, ഉസ്താദല്ലേ അങ്ങനെ പറഞ്ഞു, മനസ്സിലാണ്ടോ? അത് ധിക്കാരം, ഞാൻ പറഞ്ഞല്ല. നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മരിക്കും, ഉറപ്പല്ലേ? ഉറപ്പാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതൊക്കെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, അത് വേറെ വിഷയം. നമുക്കൊരു ഉറപ്പ് വേണം, എനിക്ക് എന്റെ പടച്ചോൻ വിചാരിച്ചതല്ലാതെ ഒന്നും വരില്ല, അത് ഒരാളെ കൊണ്ട് തടുക്കാനും കഴിയില്ല. എനിക്കത് വരികയാണെങ്കിൽ തന്നെ എന്താവും, അതിലൊരു ഗുണമുണ്ടായിരിക്കും. എപ്പോഴും അത് ചിന്തിച്ചാൽ മതി. നമ്മൾ ചോദിക്കാതെ നമുക്ക് ധാരാളം തരുന്ന പടച്ചോന് നമ്മൾ ഒരിക്കലും അവൻ എന്താവൂല, ബുദ്ധിമുട്ടാക്കൂല. ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് അത് ഗുണമായിരിക്കും, അത് ഉറപ്പാണ്. ചിലപ്പം ചില ആൾക്കാരൊക്കെ ഈ അപകടത്തിലൊക്കെ മരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖത്തിലൊക്കെ പെട്ടാണ് മരിക്കും. എന്താ കാരണം എന്നറിയോ? അയാള് നല്ലൊരു മനുഷ്യനായി മരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ് കാരണം. അയാൾ അമല് ചെയ്തിട്ടൊന്നും അത്ര വലിയ ഹൈ പോസ്റ്റിലെത്താൻ കഴിയില്ല. അപ്പൊ പിന്നെ പഠിച്ചോ അങ്ങനെ എന്താവും, എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷയാണ് കൊടുക്കുക, അയിമാൻ ക്ഷമിച്ച അയാൾക്കാണ് സ്വർഗം. മനസ്സിലാവുണ്ടോ? രോഗം വന്ന് ക്യാൻസർ വന്നു സങ്കല്പിച്ചോളി. അപ്പൊ എന്തായിരിക്കും, അയാൾ അതിന് ചികിത്സപ്പോ അയാള് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് ഇജ്ജ് തന്നതല്ലേ, മാറാൻ വിധിയാണെങ്കിൽ മാറട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മരിക്കട്ടെ, എന്റെ ഇഷ്ടത്തിലായിക്കോട്ടെ എന്നാണ് സമ്മതിച്ചു കൊടുത്തു. മാറൽ ഖൈറാണി മാറും, ശരിയാണ്. ഇല്ലെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി, ദുന്യാവിന്റെ ഷഹീദല്ല, ആഖിറത്തിലെ ഷഹീദിന്റെ കൂലിന്. ദുന്യാവിന്റെ ഷഹീദാണ് ഇവനെ കുളിപ്പിക്കൊന്നുമില്ല, കപ്പം ചെയ്യേണ്ട മറമാണ്ടെന്നൊക്കെ പറയും. അങ്ങനല്ല, ദുന്യാവിലെ ഷഹീദിനായാല് ദുന്യാവിലെ യുദ്ധത്തിലോ മറ്റോ മരിച്ച അയാളെ കുളിപ്പിക്കണ്ട, കഫൻ ചെയ്യണ്ട, ആ തുണിയോടാണ് പോയിഞ്ഞാണ് മറമാടിയാൽ മതി, നിസ്കരിക്കും വേണ്ട. ഈ അവസ്ഥ അല്ല പറയുന്നത്. അയാളെ നമ്മൾ കുളിപ്പിക്കും, കഫൻ ചെയ്യും, നിസ്കരിക്കും, മറമാടും ഒക്കെ ചെയ്യും. പക്ഷെ അയാൾ ആഖിറത്ത് പോകുമ്പോൾ കാണാൻ ഷഹീദന്മാരെ കൊടുത്തു പോയിക്കണേ. അപ്പൊ അന്നലോട് ഞങ്ങൾ കുളിപ്പിച്ചുകൊണ്ടേ മറയതെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഇക്ക രോഗം ഉണ്ടായില്ലേ, അതിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല എനിക്ക് തന്ന വലിയ പ്രതിഫലമാണിത് എന്ന് പറയുന്നു. അപ്പൊ ഡയറക്റ്റ് ചിലതൊക്കെ അത് കൊടുക്കാൻ വിചാരിച്ച ഷോർട്ട് വൈക്കാണ് കൊടുക്കുന്ന അർത്ഥം. അത് നമ്മൾ ആശിക്കണ്ട. എങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ ആയിക്കോട്ടെ. ഒരു 96 വയസ്സ് വരെ ജീവിച്ച് 96 വയസ്സും പുട്ട് തന്നെയാണ്. തറാവിയും തഹജ്ജുദും സുന്നത്തും ഖുർആനോദലും ഒക്കെ റമദാൻ എത്തിയ ഒരു 10 ഖത്താണ്ട്. ഓനൊരു മടിപ്പും പഠിച്ചോൻ കൊടുത്തില്ല, മതിയല്ലോ പോരെ. ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നല്ലേ, നല്ല അവസ്ഥയില്ലേ. കുത്തിക്കൊന്നു മരിച്ചു എന്നോട് ചെയ്തൊന്നാവൂല, അതിന് കാര്യകാരണമൊക്കെ പരിശോധിക്കണം. ഇവനും ഓനും കൂടി ആദ്യം അടി ഉണ്ടാക്കിയിട്ട് ഓന്റെ തൊടുന്ന് 2
വരിയാണ്ട് കയറ്റി പടുത്തിന്ന് അതിന്റെ പേരിൽ അങ്ങാടിയിൽ നിന്ന് അടി ഉണ്ടായി ഓന്റെ കയ്യിൽ കൈക്കോട്ടിട്ട് അവിടെ കൊത്തി കൊന്നു വെക്കുക എന്നാ പൈനെന്ത് പറയാൻ പറ്റില്ല, ഷഹീദൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ കാരണം എന്നൊക്കെ അറിയണം. ആയിക്കോട്ടെ, ഏതായാലും അങ്ങനെ അയാൾ അവിടെ തന്നെ താമസിച്ചു. എന്നാ ഇല്ലാ കാനലും അയാൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടായിട്ടല്ലാതെ ഉണ്ടാവുകയില്ല, അഥവാ ഷഹീദിന്റെ കൂലി കിട്ടും. അപ്പൊ അള്ളാഹു വിചാരിച്ച മാത്രമേ നമുക്ക് എത്തുള്ളൂ. ആ ഇനിയിപ്പോ എവിടെയാണെങ്കിലും അതന്നെ ഉണ്ടാവുള്ളൂ. ഉണ്ടോ? റവാഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നാ അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ നമ്മളെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് റമദാനൊക്കെ വരുമ്പോ റമദാന്റെ പാഠങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനോദ. അങ്ങനെ നമുക്ക് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം ഇൻഷാ അല്ലാഹ് അവസാനം.